എന്നും വിശ്വാസത്തിൽ കാത്തു സൂക്ഷിക്കുന്നതും അനുഭവിക്കുന്നതുമായ ദിവ്യരഹസ്യങ്ങളുടെ വളരെ തീവ്രമായിട്ടുള്ള ഒരു അനുഭവം. അതുകൊണ്ട് ഈ ഓശാന നായക മുതൽ നാം കൂടുതൽ ധ്യാനാത്മകരായി, കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്ത്, കൂടുതൽ പരിത്യാഗ പ്രവൃത്തികളോടുകൂടെ നമ്മുടെ കർത്താവിനോടൊപ്പം ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകണം. ഈ ലോകത്തിൻ്റെ ഇതായിട്ടുള്ള ജീവിത സൗകര്യങ്ങളോ നാം നേടുന്ന കാര്യങ്ങളോ അല്ല അടിസ്ഥാനപരമായി നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ കർത്താവ് രക്ഷകനുമായ ഈശോ മിശിഹായിലൂടെ നമുക്ക് ലഭിച്ച ആ രക്ഷയുടെ അനുഭവമാണ് എന്ന കാര്യം നാം ഒരിക്കലും മറന്നുകൂടാ. ഈ ഓശാന തിരുനാളിനും ഈ വലിയ ആഴ്ചയിലെ ദിവ്യരഹസ്യങ്ങളുടെ ഓർമ്മയ്ക്കും പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു ചരിത്രമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പരദേശായരാക്കിയ നാൾ മുതൽ ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിനെതിരായിട്ടും തൻ്റെ സ്വന്തം സഹോദരി സഹോദരന്മാർക്കെതിരായിട്ടും മല്ലടിച്ച് തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്നും സഹോദരിൽ നിന്നും അകന്നു പോകുന്ന ഒരു ജനതയാണ്. ആ ജനതയ്ക്ക് കാലാകാലങ്ങളിൽ ദൈവം വാഗ്ദാനങ്ങൾ നൽകി രക്ഷയിലേക്ക് ആനയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പരദേശായി തന്നെ രക്ഷ വാഗ്ദാനം ചെയ്തു. പിന്നീടത് അബ്രാഹത്തിലൂടെയും ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും ആവർത്തിച്ചു. യാക്കോബിന്റെ മക്കളിൽ നിന്നും തെരഞ്ഞെടുത്ത ആ ഇസ്രായേൽ ജനത്തില് ആ ഒരു രക്ഷകന്റെ വാഗ്ദാനം രൂഢമൂലമായി. അവരങ്ങനെ ഒരു രക്ഷകനെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയിരുന്നപ്പോഴാണ് അവർ ഈജിപ്തിൽ അടിമത്തത്തിലാകുന്നത്. ഞാൻ ചരിത്രം ചുരുക്കി പറയുകയാണ്. അങ്ങനെ അടിമത്തത്തിലായ ആ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവം വീണ്ടും ഇറങ്ങി വരികയാണ്. അവരുടെ രോദനം കേട്ട്, അവരുടെ യാതനകൾ അറിഞ്ഞ് ദൈവമായ കർത്താവ് ഇറങ്ങി വരുന്നു. മോശയെ നേതാവായി എടുത്ത് അവരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുവാനായിട്ട് തീരുമാനിക്കും. പിന്നീട് നമുക്കറിയാം, ഇസ്രായേൽ ജനം ഭിന്നിക്കപ്പെടുന്നു. യൂദ എന്നും ഇസ്രായേൽ, വടക്കേ രാജ്യമാണ് ഇസ്രായേൽ എന്നറിയപ്പെട്ടത്, തെക്കേ രാജ്യം യൂദായും. യൂദായും ഇസ്രായേലും ഒരുമിച്ച് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലമുണ്ട്. പിന്നീട് രണ്ട് രാജാക്കന്മാരുടെ ഭരണം. അങ്ങനെ രണ്ട് രാജാക്കന്മാരുടെ ഭരണമായിട്ട് ദൈവജനം മുന്നോട്ട് പോകുന്ന കാലത്താണ് സോളമന്റെ കാലത്ത് ദൈവം പണിത ദേവാലയം നശിപ്പിക്കുകയും ജനങ്ങളെ അടിമത്തത്തിലാക്കുകയും ചെയ്തുകൊണ്ട് നബൂഖദ്നേസർ രാജാവ് BC 587 ഈ ജനത്തെ ബാബിലോണിലേക്ക് അടിമത്തത്തിൽ സ്വാതന്ത്ര്യവും അടിമത്തവും അവർ ആവർത്തിച്ച് അനുഭവിക്കുകയാണ്. 12-ാം വയസ്സിൽ ആരംഭിച്ചു കർത്താവ് തൻ്റെ പരസ്യ ജീവിതമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നീട് കർത്താവ് പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നതിന് ശേഷവും പരസ്യ ജീവിതത്തിനായിട്ട് ഒരു ദീർഘകാലം ഒരുങ്ങിയെന്ന് നാം മനസ്സിലാക്കും. ഈ 12-ാം വയസ്സിന് പ്രാധാന്യമുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ. ഇന്ന് നമുക്ക് 18 വയസ്സിനുള്ള പ്രാധാന്യം. ഇന്ന് നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടും 18 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി പ്രായപൂർത്തിയായി സ്വന്തം തീരുമാനമെടുക്കാൻ കഴിവുള്ളവനായി തീരുന്നു എന്ന് രാജ്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു വയസ്സാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ വയസ്സ് 12 12-ാം വയസ്സിൽ ഒരാൾക്ക് പുതുവരുമെന്നും സ്വന്തം തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. അതുകൊണ്ടാണ് 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാണുന്നത്. നമുക്ക് അവർക്ക് ഒരുപക്ഷെ അങ്ങ് ചിന്തിച്ചു പോയിട്ടുള്ളത്, ഇപ്പോഴും ഒരുപക്ഷെ പറയുന്നത് 12-ാം വയസ്സിൽ ഈശോയെ കാണാൻ പോയത്. അത് നമ്മുടെ ഇന്നത്തെ ചിന്ത വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് 12-ാം വയസ്സിൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് കൂടിയാണ്.
അവിടുത്തെ ബോധകരോടുകൂടി അവിടുന്ന് തൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ വേദപുസ്തകത്തിലെ വിഷയങ്ങളൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നതായിട്ടാണ് പിന്നീട് ഔസേപ്പും മാതാവും മനസ്സിലാക്കുന്നത്. 12-ാം വയസ്സിൽ തീരുമാനമെടുത്തു ഈ ജനതയ്ക്ക് വേണ്ടി, മനുഷ്യ സമൂഹത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുവാനുള്ള പിതാവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ. ആ കർത്താവാണ് പിന്നീട് 30-ാം വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. മരുഭൂമിയിലെ ഉപവാസവും എല്ലാം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ മാമോദീസായിൽ അഭിഷിക്തനായി ഇറങ്ങിത്തിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, കർത്താവിന്റെ വികാരിയമായ മത്സരം ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കാൻ. ഇതാണ് കർത്താവിലൂടെ സംഭവിച്ചത്. ഇങ്ങനെ പടിപടിയായി കർത്താവ് മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയും കർത്താവ് ചെയ്ത പ്രഭാഷണം എതിരാളികൾ പോലും പറഞ്ഞു, ഇവൻ നമ്മുടെ റബ്ബിമാരെ പോലെ അല്ലല്ലോ എന്ന്. ഇവൻ അധികാരമുള്ളവരെ പോലെ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ അധികാരം പ്രയോഗിച്ച് സംസാരിച്ചെന്നല്ല, ഇവന്റെ വാക്കുകൾക്കൊരു ആധികാരികതയുണ്ട്. ഇവന്റെ വാക്കുകൾ അത് ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവരത് പറഞ്ഞത്. റബ്ബിമാര് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം വ്യാഖ്യാനിക്കുന്നവരാണ്. ഇതാ കർത്താവ് വ്യാഖ്യാനിക്കുക മാത്രമല്ല, വചനത്തിന് പുതിയ ഭാഷ്യം നൽകുകയും വചനത്തെ പൂർത്തീകരിക്കുകയാണ്. അവതാരം ചെയ്ത വചനം, ദൈവം കാലാകാലങ്ങളിൽ ജനങ്ങൾക്ക് കൊടുത്ത വചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവജനത്തിന് പ്രബോധനങ്ങൾ നൽകുകയും. അപ്പോൾ കർത്താവിന്റെ പ്രബോധനം, അതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവരുടെ ഹൃദയങ്ങളിൽ ആഴപ്പെട്ടുകൊണ്ട് ഇവൻ ആര് എന്നൊരു ചിന്ത വരികയും, ഇവൻ അച്ഛൻ്റെ മകനല്ലേ, ഇവൻ ഈ ജ്ഞാനമെല്ലാം എവിടുന്ന് വന്നെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവൻ തീർച്ചയായിട്ടും വരാനിരുന്ന പ്രവാചകനായ ഈശോ തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിലും അവർ പറഞ്ഞത് അതാണ്. കർത്താവ് ആഘോഷമായി യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, യെരൂശലേം ദേവാലയം ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസ കേന്ദ്രമാണ്. ദൈവാലയം എന്ന് പറഞ്ഞാൽ അവർക്ക് സർവസ്വമാണ്. കർത്താവിന്റെ ഭവനാങ്കണത്തിൽ കാണുവാൻ ഞാൻ ആശയോടെ കാത്തിരിക്കുന്നുവെന്ന് അതിന് സങ്കീർത്തകൻ പറയുന്നു. ദേവാലയത്തിൽ വസിക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ള അനുഭവം. അതിനായിട്ട് ദാഹിച്ചു മോഹിച്ചിരുന്ന അവർ ദേവാലയം കാണുമ്പോൾ ദൈവത്തെ കണ്ടതുപോലെ തന്നെയാണ് അവർക്ക്. ഇപ്പോൾ നിങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട്, എത്രയോ നാളുകൾ കാത്തിരുന്നു ഇത്ര മനോഹരമായ ഒരു ദേവാലയം ഇവിടെ നിർമ്മിച്ചു. ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. പ്രിയമുള്ളവരെ, ഈ ദേവാലയം പുറത്തുനിന്നും അകത്തു നിന്നും നമുക്ക് എത്രയോ വിശ്വാസത്തിന്റെ ശക്തി പകരുന്ന ഒരു സാന്നിധ്യം. അതുപോലെ അതിനേക്കാൾ ഉപരിയായി തങ്ങൾക്ക് ദൈവം തന്ന വലിയ ദാനമായിട്ടാണ് ഒരു ദേവാലയത്തെ കണ്ടിരുന്നത്. അതാണ് നെബൂഖദ്നേസർ നശിപ്പിച്ചത്. പേർഷ്യക്കാലത്ത് സൈറസ് രാജാവിന്റെ ഒത്താശകളോടും സഹായ സഹകരണങ്ങളോടും കൂടി ജനം പുനരുദ്ധരിച്ചു. പക്ഷെ അതും പിന്നീട് കർത്താവിന്റെ കാലത്തിന് ശേഷം റോമാക്കാരുടെ കല്ലില്ലാതെ നശിപ്പിക്കുമെന്ന് അവിടുത്തെ പ്രവചനം അനുസരിച്ച് നിറവേറുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തന്റെ ശരീരത്തെ കുറിച്ചാണ് കർത്താവ് അത് പറഞ്ഞതെന്ന് പിന്നീട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിറവേറി. അവിടുന്ന് മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ. പ്രിയമുള്ളവരെ, ഇങ്ങനെ അടയാളങ്ങൾ കൊണ്ടും പ്രവചനങ്ങൾ കൊണ്ടുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ അനുഭവം നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായോട് പൂർത്തീകരിക്കുകയാണ്. കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടവ 3 പുനരുജ്ജീവനങ്ങളാണ്. അതിൽ കൂടുതൽ പക്ഷേ കർത്താവ് നടത്തി കാണും എന്ന് വരികയും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 3 പുനരുജ്ജീവനങ്ങളാണ്. മരിച്ചവരെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ. അവർ പിന്നീട് ജീവിച്ച് സ്വാഭാവിക മരണം കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോകുന്ന ഒരു അത്ഭുതം. നായിനിലെ വിധവയുടെ ഏകമകനെ കർത്താവ്
സംഭവം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജായിറോസിന്റെ മകളെ കർത്താവ് ഉയർപ്പിക്കുന്നു. പിന്നീട് ആണ് അവസാനമായി കർത്താവിന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന കാലത്തോടടുക്കുമ്പോൾ പിന്നീട് അവിടെ ബഥാനിയയിലേക്ക് തന്നെയാണ് താമസിക്കുന്നത്. ബഥാനിയ കർത്താവിന് പ്രിയപ്പെട്ട സ്ഥലവും അവിടെ ഒരു പ്രിയപ്പെട്ട ഭവനവും ഉണ്ടായി. ആ ഭവനത്തിലേക്ക് ആ ബഥാനിയയിലേക്ക് താൻ പോയി. ഈ യെരൂശലേം പ്രവേശനത്തിന് ശേഷവും എന്നാണ് ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം വായിച്ചു കഴിഞ്ഞത്. ബഥാനിയയിൽ ലാസറും സഹോദരിമാരും ഉണ്ടായി. അപ്പോൾ കർത്താവ് ഇടയ്ക്ക് ആശ്വാസത്തിന് പോയിരുന്നത് അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം, ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞുള്ള അവസാനത്തെ സന്ദർശനത്തില് 4 ദിവസം കഴിഞ്ഞു. കർത്താവ് മനഃപൂർവ്വമാണ് 4 ദിവസം താമസിച്ചത്. ലാസർ രോഗഗ്രസ്തനായിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കർത്താവിന് നേരത്തെ കിട്ടിയത്. കർത്താവ് മറുപടിയൊന്നും പറയാതെ തന്റെ സാധാരണഗതിയിലുള്ള വചനപ്രഘോഷണവും രോഗികളുടെ സൗഖ്യവും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 4 ദിവസം കഴിഞ്ഞ് കർത്താവ് ബഥാനിയയിൽ വിലപിച്ച് കഴിയുന്ന ഒരു സന്ദർഭമാണ് ബന്ധപ്പെട്ടവർ അവിടെ ഉണ്ടായത്. അപ്പോഴാണ് കർത്താവിനോട് മറിയം പറയുന്നത്, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. മർത്തായോടാണെന്ന് പറയുന്നത് ആദ്യം. അപ്പോൾ മർത്ത പറയുകയാണ്, കർത്താവ് നമ്മളോട് പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന്. അപ്പോഴാണ് മർത്തായുടെ പ്രതിവചനം, അവസാന നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. കർത്താവ് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം ജീവൻ എന്ന് പറഞ്ഞ് കല്ലറക്കടുത്ത് ചെല്ലുന്നതും കല്ലറ തുറക്കാൻ പറയുന്നതും മർത്താവിന് തടസ്സം പറയുന്നതും മരിച്ചിട്ട് 4 ദിവസമായി ദുർഗന്ധം വരുമെന്ന് അറിയിക്കുന്നതും. അപ്പോൾ കർത്താവ് പറയുന്നു, ലാസറേ പുറത്തു വരും. ലാസർ ശീലകളാൽ ബന്ധിക്കപ്പെട്ട് കുടിയിരുത്തുന്നു. പുറത്തു അവന്റെ കെട്ടുകളഴിച്ച് അവനെ സ്വതന്ത്രനാക്കുക എന്ന് ഈശോ പറയുന്നു. അങ്ങനെ ലാസറിനെ കർത്താവ് പുനരുജ്ജീവിപ്പിച്ചു. സത്യവും നീതിയും സ്നേഹവും ഒക്കെ ക്രൂശിക്കപ്പെടുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കപ്പെടുന്ന, എതിർക്കപ്പെടുന്ന, പ്രതിരോധിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവയ്ക്ക് വേണ്ടിയൊക്കെ പരസ്യമായി നിലകൊള്ളുവാൻ പലർക്കും സാധിക്കുകയും ഒരു നിക്കോദേമോസ് രാത്രി കാലങ്ങളിലാണ് കർത്താവിനെ ചെന്ന് കണ്ടത്. അവനറിയാമായിരുന്നു കർത്താവ് തീർച്ചയായിട്ടും വരാനിരുന്ന രക്ഷകനാണ് എന്ന്. അരിമത്യാക്കാരൻ ഭാരമില്ലാത്തപ്പോഴാണ് കർത്താവിനെ സന്ദർശിച്ചത്. ഇവർ രണ്ടുപേരുമാണ് പിന്നീട് കർത്താവിനെ സംസ്കരിപ്പിക്കുന്ന നമുക്കറിയാം. അതുകൊണ്ട് വളരെയേറെ നിശബ്ദരായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തമായ സമൂഹം അന്നുണ്ടായി. ഇന്ന് സഭയോടും അങ്ങനെ ചേർന്ന് നിൽക്കുന്നവർ ധാരാളം. പ്രിയമുള്ളവരെ, നാം കർത്താവിൽ ശക്തിപ്പെട്ട് സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും വേണ്ടി ശബ്ദിക്കുവാനും അതുപോലെ തന്നെ കർത്താവിന്റെ മാതൃകയനുസരിച്ച് ആ സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും ദയയുടെയും കാരുണ്യത്തിന്റെയുമായ ഒക്കെ പ്രവർത്തനങ്ങൾ ചെയ്ത് അവിടുത്തെ സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇന്ന്. അന്ന് ജനമാർ തർക്കഹർഷിച്ചപ്പോൾ അവർ ചോദിച്ചു, ഇവനാരെ? വളരെ ലളിതമനസ്കരായിട്ടുള്ള ജനങ്ങൾ പറഞ്ഞു, ഇവനാണ് വരാനിരുന്ന പ്രവാചകനായ ഈശോ. ഈശോ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, രക്ഷകൻ. വരാനിരുന്ന പ്രവാചകനായ രക്ഷകനാണ് ഇവനെന്നാണ് അവർ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ പ്രമാണികൾ അടങ്ങിയിരുന്നില്ല. കർത്താവിനെ എങ്ങനെ വകവരുത്തണമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. യൂദാസ് അതിനെ പുണ്യാളായി തീരുകയും ചെയ്തു. അന്നും ഇന്നും എന്നും ഇതുണ്ടാകും. ഇത് വലിയ ഒരു തപ്പാണ് മനുഷ്യ സമൂഹത്തിന്. എങ്ങനെയും പണം കിട്ടണം, എങ്ങനെയും അധികാരം നേടണം, എങ്ങനെയും സ്വാധീനം ഉപയോഗിച്ച് വലിയവരെന്ന് സമൂഹത്തിൽ കരുതപ്പെടണം, എങ്ങനെയും സമൂഹത്തിലെ വലിയവരെന്ന ഭാവത്തോടുകൂടി ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടായാൽ പോലും തൻ്റെ കാര്യം നേടണം എന്നുള്ള മട്ടിൽ പോകുന്നവരാണ് ഉണ്ടാകാം.
ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നും മനുഷ്യ സമൂഹത്തിൽ 12 പേരിൽ തെരഞ്ഞെടുത്തവരെ 2 പേരല്ലേ പറഞ്ഞ് കർത്താവിൻ്റെ വലത്ത് കടത്തിവിരിക്കാനുള്ള ഭാഗ്യം. അധികാരമോഹം, ധനമോഹം, ജടികമോഹങ്ങൾ, ഇങ്ങനെ മോഹങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ സുവിശേഷം, അവിടുത്തെ രക്ഷാകരമായിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ശക്തി നമ്മൾ സംഭരിക്കുന്നത്. ഇതാണ് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ സംഭരിക്കുന്ന വലിയ ശക്തി. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ മോഹങ്ങൾ മാത്രമല്ല, പിന്നെയോ നമുക്ക് മറ്റേ ഈ സമൂഹത്തിൻ്റെതായ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന പരാധീനതകളുണ്ട്. എത്രയോ കഷ്ടതകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് പ്രതീകമായിട്ട് ഈ വളരെ മനോഹരമായ ദേവാലയം നിങ്ങൾ പടുത്തുയർത്തിയെന്ന് വരികയും നിങ്ങൾക്ക് ഇനിയും ആലയങ്ങളില്ലാത്ത ഭവനങ്ങളുണ്ടാകും, കുടുംബങ്ങളുണ്ടാകും, അതുപോലെ തന്നെ കൃഷിസ്ഥലമില്ലാത്ത ആളുകളുണ്ടാകും, പട്ടയം കിട്ടാത്ത കുടുംബങ്ങളുണ്ടാകും. നിങ്ങളുടെ വിളകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ നിങ്ങളെ വിഷമിക്കുകയാണ്. വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതാണ്. ഇതൊക്കെ ദൈനംദിന സംഭവങ്ങളാണ്. ദിനംതോറും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ കഥയാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ. എപ്രകാരം വനങ്ങളിൽ മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് ശാസ്ത്രീയമായി അറിഞ്ഞുകൂടാതെ ജനങ്ങളുടെ പരിദേവനങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ പത്രപ്പെടുന്ന ഒരു ഭരണ സംവിധാനം. ഇതൊക്കെ എത്രയോ വലിയ ഒരു വിരോധാഭാസമാണ്. പ്രിയമുള്ളവരെ, വളരെ കാലത്തെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ, കേരളത്തിലെ ഒക്കെ അവസ്ഥ. ഇതെല്ലാം നിങ്ങളുടെ ദുഃഖങ്ങളാണ്, നിങ്ങളുടെ വേദനകളാണ്. നമ്മുടെ ഈ വേദനകൾക്കെല്ലാം വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശിൽ കടന്ന് വിലപിച്ചത്. അപ്പോൾ ഈ രോദനങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ നമ്മൾ സ്വീകരിക്കും. ഈ ഒരു വിശ്വാസമാണ് നമ്മളെ നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ നിർണായകമായ ഹോശാന, കർത്താവിന്റെ ജെറൂസലം പ്രവേശനം ഇന്ന് ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ കർത്താവ് പ്രവേശിപ്പിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ദേവാലയങ്ങളിലൂടെയുള്ള കർത്താവിന്റെ പ്രവേശനത്തിൽ നമ്മൾ ഹോശാന പാടുമ്പോൾ ആ ഹോശാനയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ ഹോശാന ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രകാശനമായിട്ട് നമ്മളെ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കഷ്ടമോ നഷ്ടമോ മറ്റെന്തുമോ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, നമ്മുടെ ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നാലും, പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ഈ വിശ്വാസത്തോടുകൂടെ പറയും. അതാണ് നാം ഇന്ന് എടുക്കേണ്ട തീരുമാനം. നാം കർത്താവിനോടുകൂടി ഹോശാനയിൽ മാത്രമല്ല, പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനം വരെയും പിന്തുടരണം. ഒരിക്കലും നാം നഷ്ടധൈര്യരാകരുത്. ഒരിക്കലും നാം എന്തോ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ചിന്തിക്കരുത്. പിന്നെയോ രക്ഷയിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. കർത്താവായ യേശുവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നല്ല അനുഭവങ്ങളിലേക്ക്, ആ നല്ല അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും. നാം സമ്പാദിക്കുന്നവയെല്ലാം നമ്മളെ നിലനിർത്തുന്നത് ദൈവം നൽകുന്ന ദാനങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഈ ശക്തമായ സമൂഹം ഇവിടെയും ഇതിന് സമാനമായിട്ടുള്ള നമ്മുടെ ഈ ഇടുക്കി രൂപതയുടെ ഇടവകകളിൽ, നമ്മുടെ സഭകളിലും സഭകളുടെ കൂട്ടായ്മയും ആർവത്രിക സഭയുടെ ആകമാനവും ലോകമെമ്പാടുമുള്ള ജനതകളിലേക്ക് വ്യാപിക്കട്ടെ. അതിനുവേണ്ടി നാം ഓരോരുത്തരും കരുക്കളാണ്. നാം എല്ലാവരും പ്രേക്ഷിതരാണ്. നാം എല്ലാവരും കർത്താവിന്റെ കാരുണ്യം കൊടുക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, അൽമായ സഹോദരി സഹോദരന്മാരുടെ ഇടയിൽ എന്തൊരു പ്രബുദ്ധതയാണ് ഈ കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ആത്മാവിന് ഇഷ്ടമുള്ളിടത്തിലേക്ക് കാറ്റിനെ പോലെ വീശുന്നു എന്ന് പറയുന്ന ആ കർത്താവിന്റെ വചനം അനൂർദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ജനഹൃദയങ്ങളിൽ നന്മ പുഷ്പിച്ചു കലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്രയോ ആത്മായ സഹോദരങ്ങളാണ് പാവപ്പെട്ട ആകാശപർവ്വങ്ങൾക്ക് വേണ്ടി, തെരുവിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, നഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി, നല്ല സമയക്കാരനെ പോലെ പ്രവർത്തിക്കുന്നവർ ധാരാളം. ഈ കാലഘട്ടത്തിൽ ഒരു 10, 30, 40 വർഷമായിട്ട് അതിൻ്റെ ഒരു വലിയ അരങ്ങേറ്റം മനുഷ്യ
മനുഷ്യ സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. പണ്ടൊക്കെ മിത്രന്മാരും വൈദികരും സമർപ്പിതരും ഒക്കെ മാത്രം ചെയ്തിരുന്നതായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ജനങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം ഒരുപക്ഷെ ദേവാലയങ്ങളും വൈദികരും മിത്രന്മാരും ഒക്കെ നടത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവജനത്തിന്റെ ദൈനംദിന പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പൊതുവേദികളിലുമെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ജ്ഞാനകേന്ദ്രങ്ങളിലായി സുവിശേഷ കൺവെൻഷനുകളിലൂടെ ഒക്കെ നടക്കുന്ന പ്രഘോഷണം പ്രിയമുള്ളവരെയായി സഹോദരി സഹോദരന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ യുവജനങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ പകരണം. ഈ വിശ്വാസ പരിശീലനത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. വിശ്വാസം തലമുറകളായി പിന്തുടരുന്ന ഒരു വലിയ അനുഭവം. ആ ഒരു വിശ്വാസം നമുക്ക് കൊടുക്കണം. നമ്മുടെ മക്കൾ ഇന്ന് ഈ പ്രദേശങ്ങളിൽ നിന്ന് പോലും വളരെയേറെ വിദേശങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്കറിയാം. അതിനെ പൂർണ്ണമായിട്ട് തടയാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഇവിടെ ജീവിതായോധനത്തിനുള്ള മാർഗങ്ങൾ അടയുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിദേശത്ത് പോയി എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുന്നു. അത് തടയണമെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വരികയിൽ തന്നെയും പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുവാൻ, നമ്മുടെ നാടിനെ സ്നേഹിക്കുവാൻ, ഈ രാജ്യത്തിന്റെ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഇവിടെയുള്ളവരെ സംരക്ഷിക്കുവാൻ ഒക്കെയുള്ള നമ്മുടെ പ്രഥമ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒളിച്ചോടരുത്. നമ്മുടെ ഇവിടെയുള്ള ജനത്തെ സംരക്ഷിക്കുവാൻ ഞാൻ തന്നെ നിൽക്കും എന്നുള്ള രീതിയിൽ യുവജനങ്ങൾ ചിന്തിക്കേണ്ട കാലം കൂടിയാണിത്. ഞാൻ മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ സമ്പാദിക്കാവുന്ന ജോലി സമ്പാദിച്ച് ഇവിടെ ധൈര്യപൂർവ്വം നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനവുമെല്ലാം ശക്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്ര നിർമ്മിതിയിലെ, സമൂഹ നിർമ്മിതിയിലെ നമ്മളും സജീവമായിട്ട് പങ്കാളികളാകുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് അതിലെ എത്രയോ ഒരു ഭാഗ്യം. ഇപ്പോൾ നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് വരികയും നിർണായകമായ ഒരു സന്ദർഭമാണിത്. യുക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലഘട്ടം. ഇവിടെ നമുക്ക് രാജ്യത്തെ സേവനം ചെയ്യുവാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഒക്കെയുള്ള അവസരങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. അത് പഞ്ചായത്തുകൾ തുടങ്ങി ജില്ലാ പഞ്ചായത്തുകളിൽ കൂടെ കൂടി നിയോജകമണ്ഡലങ്ങളിലായി, പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിലായി ഒക്കെയുള്ള ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരിക്കലും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. അല്ലങ്ങളോടുകൂടി, അധ്വാനത്തോടുകൂടി, ക്ലേശങ്ങളോടുകൂടി മാത്രമേ നമുക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ. സമൂഹത്തിലെ നേതാക്കന്മാരായ, സഭയിലെ ശുശ്രൂഷകരായാലും എല്ലാം പ്രിയമുള്ളവരെ, വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചവരോ എല്ലാവിധ നിറവുകളുള്ളവരോ ഒന്നുമല്ല. പരിമിതികളുടെ നടുവിൽ നിന്നാണ് കർത്താവിന്റെ ശുശ്രൂഷകരെ തെരഞ്ഞെടുത്തത്. അവിടുന്ന് തെരഞ്ഞെടുത്ത 12 പേരും 4 പേരും വെറും മുക്കുവരായി. അന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം സ്വീകരിച്ചവരായിരുന്നില്ല, ചുണ്ടം പിരിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ ചെയ്തിരുന്ന സമൂഹത്തിലെ ആളുകളിൽ നിന്നാണ് കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്തത്. അവരാരും പിന്നീട് ആ ഒരു തങ്ങളുടേതായ അവസ്ഥയിലേക്ക് പോകാതെ കർത്താവ് നൽകിയ വരങ്ങളും ദാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി പോയി. ആത്മാവിന്റെ ശക്തിയിൽ അവരെല്ലാവരും ശക്തിപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള ജീവിതത്തിന്റെ എല്ലാവിധമായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ധാർമ്മികമായിട്ടും വിശ്വാസപരമായിട്ടും മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ശക്തി പകരുന്ന ഒരു വലിയ സാന്നിധ്യവും പ്രവർത്തനവുമാണ് വിശ്വാസികളുടെ സമൂഹമായ കത്തോലിക്ക ക്രൈസ്തവ സഭ. പ്രിയമുള്ളവരെ, ഈ ഒരു യാഥാർത്ഥ്യം നാം ഓർത്തിരിക്കുക. നമുക്ക് ഈ ലോകത്തിൽ വളരെ പ്രവാചകപരമായ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ ദൗത്യം തന്നെ. അവിടെ നിന്നുള്ള വിശ്വാസത്തോടുകൂടി മനുഷ്യ സമൂഹത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞതുപോലെയുള്ള ദൈനംദിന ദുഃഖ ദുരിതങ്ങളിൽ അടിപ്പെട്ട് വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സമൂഹമായിട്ടും ഒന്നും നശിച്ചു പോകേണ്ടവരല്ല നമ്മൾ. നാശത്തിന്റെ ലക്ഷണങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടായാലും കർത്താവ് പുനരുജ്ജീവനത്തിലൂടെ നമ്മെ പഠിപ്പിച്ച സത്യം നാം മറന്നു പോകരുത്. നാം എല്ലാവരും ജീവിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തെന്നും കർത്താവിനോടുകൂടി ആയിരിക്കേണ്ടവർ. ഉത്ഥാനത്തിൻ്റെതായ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം, നമ്മളെ ഉദ്യുക്തരാക്കിക്കൊണ്ടിരിക്കണം.
കർമ്മനിരതരാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ വലിയ ഒരു ഭാഗധേയം. ഇത് കർത്താവിലൂടെ നമുക്ക് ലഭിച്ചതാണ്. ഇത് ഈ വിശ്വാസത്തിന്റെ സവിശേഷതയാണ്. ഇതാണ് കർത്താവിലൂടെ നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹം ഒന്ന് പ്രത്യേകമാണ്. ഇത് മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാൾ സവിശേഷമാണ്, ഉത്കൃഷ്ടമാണ് എന്ന് കർത്താവായ യേശുമിശിഹായിലുള്ള നമ്മുടെ വിശ്വാസവും അതിനനുസരിച്ചുള്ള ജീവിതവും മറ്റെന്തിനേക്കാൾ ഉത്കൃഷ്ടമാണെന്നാണ് പൗലോസ് പറയുന്നത്. ഈ ഔത്കൃഷ്ടി, ഈ സവിശേഷത ദൈനംദിനം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ കുടിയേറിയ ഹൈറേഞ്ച് പ്രദേശങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ കുടിയേറി കുടുംബങ്ങളായിട്ടുള്ള വന്നത് എന്തെല്ലാം കഷ്ടതകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ പൂർവ്വികർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. ആ കഷ്ടതകളുടെ നടുവിൽ നിന്നെല്ലാം ഇതുപോലൊരു ജനതയായിത്തീരുന്നു. ഒരു പ്രാദേശിക സഭയാണെങ്കിൽ ഉപതലയായിരുന്നു. ഒരു മെത്രാന്റേതായ നേതൃത്വത്തിൽ, വൈദിക സമൂഹത്തിൻ്റെതായിട്ടുള്ള അനുപാലനത്തിൽ, സമർപ്പിതരായതായിട്ടുള്ള വലിയ സാക്ഷ്യത്തിൽ, നല്ല നല്ല കുടുംബങ്ങളുടേതായിട്ടുള്ള വിശ്വാസ ധീരതയിൽ നിങ്ങളിപ്പോൾ ഇവിടെ കഴിയുമ്പോൾ ദൈവമഹത്വീകരിക്കപ്പെടുകയാണ്. നിങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ പ്രകാശിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പ്രകാശിതമാക്കുന്ന ഒരു ജനതയെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഇത് തന്നെയാണ് നമുക്കുണ്ടാകേണ്ടതായിട്ടുള്ള സ്വ അവബോധം, നമുക്ക് നമ്മിൽ തന്നെയുള്ള അവബോധം. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സ്വത്വം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, കർത്താവായ യേശുമിശിഹായിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവിടുത്തെ പ്രബോധനമനുസരിച്ചും അവിടുത്തെ രക്ഷാകരമായ ഉദാശകൾ മാമോദീസ മുതൽ സ്വീകരിച്ചും ഒരു ജനമായി തീർന്നിരിക്കുന്നവരാണെന്നും ശക്തമായ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളെന്നും ഈ കൂട്ടായ്മ മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു ജനതയാണെന്നുള്ള അവബോധം നമ്മൾ നഷ്ടപ്പെടുത്തുക. അതാണ് നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവനയെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇവിടുത്തെ കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരോട് പറഞ്ഞേക്കാം. അതെല്ലാം ഞാനിവിടെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ നിങ്ങളുടെയും കണ്ണുകൾ നിറയുന്ന സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂർവികര്, നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ മാതാക്കള് നമുക്ക് വേണ്ടി അധ്വാനിച്ച് ക്ലേശിച്ച് നമ്മളെ ഈ നിലയിലെത്തിച്ചു എന്ന് വരികില് നാം ഈ നിലയിൽ നിൽക്കണം എന്നാൽ മാത്രം പോരാ, ഇതിലും വലിയ നിലയിലേക്ക് ഉയരണമെന്ന് വരികിൽ കർത്താവിന്റെ വിശ്വാസം മുറുകെ പിടിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ശക്തിയോടുകൂടി നമ്മുടെ കർത്താവിൻ്റെതായ ധീരതയില് നമ്മുടെ ദേവാലയത്തിൽ പ്രവേശിക്കും. കഴുതപ്പുറത്ത് ദേവാലയത്തിൽ പ്രവേശിച്ച വിനീതനായ രാജാവിനെ പോലെ തന്നെ നമ്മുടെ വിനീതമായ ശുശ്രൂഷ ഈ ലോകത്തിൽ നമ്മൾ തുടരണം. കർത്താവ് ഒന്നും ഭയപ്പെട്ടില്ല. തനിക്കെതിരെയുള്ള സകല ഉപജാപങ്ങൾ കർത്താവ് അറിയുന്നുണ്ടായി. തന്നെ വധിക്കുവാനായിട്ട് അവർ കാത്തിരിക്കുകയാണെന്ന് കർത്താവ് 3 പ്രാവശ്യം പ്രവചന രൂപേണ ശിഷ്യന്മാരോട് പറഞ്ഞു. ഒന്നും അറിയാത്ത ഭോഷനെ പോലെയല്ല കർത്താവ് ദേവാലയത്തിൽ പ്രവേശിച്ചത്. അവരുടെ എതിർപ്പുകളെ എല്ലാം ധീരതയോടെ നേരിട്ടുകൊണ്ടാണ് കർത്താവ് ദേവാലയത്തിൽ പ്രവേശിച്ചത്. കഴുതപ്പുറത്ത് കയറുന്നവൻ ദൈവപുത്രനായ യേശുമിശിഹായാണെന്നുള്ള കാര്യം അവർ അറിഞ്ഞു. പിന്നീട് അവർ അറിഞ്ഞു. ഉത്ഥാനത്തിലൂടെ ലോകം മുഴുവനാണ്. ആ ഉത്ഥാനത്തിന്റെ മഹത്വം ഏറ്റെടുക്കുന്ന വിശുദ്ധരായിട്ടുള്ള രക്തസാക്ഷികളിലൂടെയും ഒക്കെ ഇന്നത്തെ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ നിലയിൽ എത്രയോ കഷ്ടം. ഒരു ദേവസഹായമില്ല, വിശുദ്ധനാണെന്ന് വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്തവനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മഹത്വം ഇന്ന് ലോകം മുഴുവൻ അറിയും. ഒരു വാഴ്ത്തപ്പെട്ട റാണി മരിയാമ്മ നമ്മുടെ ഒരു സന്യാസിനിയാണ്. അവരുടെ ശുശ്രൂഷയുടെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെയും ഫലമായി അവൾ വധിക്കപ്പെടുകയാണ്. പക്ഷെ വധിക്കപ്പെട്ട അവളിന്ന് ലോകം മുഴുവൻ വണങ്ങപ്പെടുന്ന ഒരു വലിയ വിശുദ്ധയാണ്. ഇതുപോലെയാണ് ജീവൻ കൊടുത്തും തങ്ങളുടേതായ ക്ലേശങ്ങളെല്ലാം സഹിച്ചു അവയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവർ പിന്നീട് അറിയപ്പെടുന്നത്, പിന്നീട് സമൂഹത്തിന്റെ ശക്തിയായി തീരുന്നത്. ഏതായാലും ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വലിയ ആഴ്ച കർത്താവിനോടനുബന്ധിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ എല്ലാവരും ഭർത്താക്കന്മാരെ, മക്കളെ എല്ലാം അനുഗ്രഹിച്ചു തരാം. അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷങ്ങളോ ഒക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പാടെ വിപുലീകരിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണെന്ന ബോധ്യത്തോടുകൂടി
ക്രൈസ്തവന്റെ സ്വഭാവ ഗുണമല്ല. ക്രൈസ്തവൻ കർത്താവിനെ പോലെ അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാണ്. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ വിശുദ്ധ വാരം ആചരിക്കാം. നമ്മുടെ എല്ലാ കുറവുകളെയും കർത്താവിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ വലിയ മഹായിടവകയായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നുകയും അവിടെ കാണുന്ന പ്രദേശങ്ങളിലുള്ള രൂപതകളിലെ വലിയ ഇടവകളിൽ പോലും ഇത്രയും വലിയ ജനാധിപതിയെ ഈ അവസാന ശുശ്രൂഷയിൽ ഞാനുണ്ട്. അപ്പോൾ ഈ ഹൈറേഞ്ചിൽ എത്രയും വലിയ ഒരു ജനാധിപതി പ്രധാനം കൊടുക്കുന്ന അവസാനം ഒരനുഗ്രഹമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീരട്ടെ ആശംസിക്കുന്നത് വലിയ